ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പുതിയ പുതിയ ഹെൽത്ത് പരമായിട്ടുള്ള PSC പരമായിട്ടുള്ള അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. നമ്മൾ സമൂഹത്തിൽ നിന്ന് പൊതുവേ കേൾക്കുന്നൊരു കാര്യമാണ്, വൈറ്റമിൻ ഡി കുറവുണ്ടോ? കുറവുണ്ടോ? പലർക്കും വൈറ്റമിൻ ഡി കുറവാണ് അല്ലേ? എന്താ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ചെറിയ അളവിലൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ നിന്നും കിട്ടുന്നുണ്ട്. എന്നാലും സൂര്യപ്രകാശം ഏൽക്കുന്നതാണ് വൈറ്റമിൻ ഡി കിട്ടാൻ ഏറ്റവും നല്ലൊരു സോഴ്സ്. എന്തുകൊണ്ടാണ് വൈറ്റമിൻ ഡി കുറയുമ്പോൾ ശരീരത്തിലെ വേദന അനുഭവപ്പെടുന്നത് അല്ലേ? എന്തുകൊണ്ടാണ്? എല്ലുകളുടെയും പല്ലുകളുടെയൊക്കെ ആരോഗ്യത്തിനും അതുപോലെ നമുക്ക് രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടും വളരെ ആവശ്യമായ ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലുകളും പല്ലുകളൊക്കെ എന്ത് ചെയ്യും? ദുർബലാവും. അപ്പോൾ നമുക്ക് വേദന, മേല് വേദന, കൈകാല് വേദനകളൊക്കെ ഉണ്ടാവും. കുട്ടികളിലെ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലുള്ള വേറൊരു വിറ്റാമിനാണ് വൈറ്റമിൻ ബി കോംപ്ലക്സ്. ഈ ബി കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ എന്താ? 8 വിറ്റാമിനുകളുടെ ഒരു കൂട്ടമാണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കോശത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും രക്താണുക്കൾ അല്ലെങ്കിൽ RBCയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും കാഴ്ചശക്തി, നാഡീപ്രവർത്തനം എന്നിവയ്ക്ക് വേണ്ടിയിട്ടും ഹൃദയപരമായ ആരോഗ്യത്തിനൊക്കെ സഹായിക്കുന്നുണ്ട്. അതാണ് വൈറ്റമിൻ ബി കോംപ്ലക്സ്. ഒരു 8 വൈറ്റമിൻസിൻ്റെ കൂട്ടമാണ്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന വൈറ്റമിനാണ്. നമുക്ക് എവിടുന്നാണ് കിട്ടുക? സൺലൈറ്റിൽ നിന്ന് കിട്ടുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്താ വൈറ്റമിൻ ഡി? അത് എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമെന്ന് മനസ്സിലായില്ലേ? താങ്ക് യു.